അങ്ങനെ ED അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുക്കിയ കുരുക്കിൽ ഒരാൾ കൂടി വീണു, ശ്രീമാൻ സാബു ജേക്കബ്. സാബു ജേക്കബിന്റെ NDA പ്രവേശനം ഒരു സമസ്യയായി തുടരുകയായിരുന്നു രണ്ടു നാളായി. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലമുള്ള യാക്കോബൈറ്റുകാരനായ സാബു ജേക്കബും അനുയായികളും തികച്ചും വിരുദ്ധചേരിയായ NDAയിലേക്ക് ചേരുക എന്ന് പറഞ്ഞാൽ ഏവർക്കും അവിശ്വസനീയമായിരുന്നു, പൂർണ്ണമായി തന്നെ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് 3 തവണ അദ്ദേഹത്തിന് ED നോട്ടീസ് ലഭിച്ചു. രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ 3 തവണ ശ്രീ സാബു ജേക്കബിനോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എത്തിയതുമില്ല, രേഖകൾ ഹാജരാക്കിയതുമില്ല. അപ്പോ ED കുരുക്ക് മുറുകുന്നു, മുൻപോട്ട് പോകാനാവുകയില്ല. ഗത്യന്തരമില്ലാതെ അദ്ദേഹം അടിയറവ് പറയുന്നു, NDA ചേരുന്നു. NDA ചേർന്നാൽ പിന്നെ ഒരു പ്രശ്നമില്ല, എല്ലാ കേസുകളും എല്ലാ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഇനി അവര് നോക്കിക്കോളും. കേസുകളൊക്കെ ഫ്രിഡ്ജില് ഫ്രീസറില് പൂട്ടിവെക്കപ്പെടുകയാണ്, ഒരു പ്രശ്നവുമില്ല. NDA സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം. ഇത് സാബു ജേക്കബിന്റെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഖ്യമന്ത്രിമാര്, ഭരണാധികാരികള്, അവരെയൊക്കെ നോക്കിയറിയാം. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരോ നേതാക്കന്മാരോ ഒക്കെ അവർ പലരും ഇപ്പൊ NDAയുടെ ഭാഗമായിരിക്കുന്നത്, അതിൽ BJP അനുഭാവിയെ തുടരുന്നത് ഈ EDയെ മാത്രം പേടിച്ചുകൊണ്ടാണ്. എത്ര ഉദാഹരണങ്ങൾ വേണം? മഹാരാഷ്ട്രയിലേക്ക് നോക്ക്. അജിത് പവാർ 13,000 കോടി രൂപയുടെ കേസായിരുന്നു അദ്ദേഹത്തിനെതിരെ. അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പായപ്പോ NCP പുലർത്തി അമ്മാവനെ വഞ്ചിച്ച് മറുകണ്ഠം ചാടി ഉപമുഖ്യമന്ത്രിയായി. അങ്ങ് പോയാൽ അങ്ങ് ആസാം വരെ, ആസാം മുഖ്യമന്ത്രി ആരായിരുന്നു? മുൻ കോൺഗ്രസ് നേതാവാ. എത്ര ഉദാഹരണങ്ങൾ. ഒന്നും വേണ്ട, ആന്ധ്രാപ്രദേശിലേക്ക് നോക്ക്. ചന്ദ്രബാബു നായിഡുവിന്റെ TDP ആണ് ഭരണകക്ഷി. പ്രതിപക്ഷമായ YS ജഗൻമോഹൻ റെഡ്ഡി പാർലമെന്റിൽ BJPയെ സപ്പോർട്ട് ചെയ്യുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും BJP സപ്പോർട്ട് ചെയ്യുന്നു പാർലമെന്റിൽ. ശ്രീമാൻ ജഗൻമോഹൻ റെഡ്ഡി BJPയെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അകത്താ. കാരണം കുറെ കേസുകളുണ്ട് ആ മനുഷ്യനെതിരെ. അനധികൃത സ്വത്ത് സമ്പാദനം കേസൊക്കെ തുടരുകയാണ്. പക്ഷേ BJPയെ സപ്പോർട്ട് ചെയ്യുന്നിടത്തോളം കാലം ഒരു പ്രശ്നവുമില്ല. ഇതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണം. ഭരണഘടനാ സ്ഥാപനങ്ങളായ EDയും ഇൻകം ടാക്സും ഇലക്ഷൻ കമ്മീഷനും എല്ലാം ഗവൺമെന്റിന്റെ പൂർണ്ണ കൈപ്പിടിയിലാണ്. ആരെതിർക്കാനാ? പ്രതിപക്ഷം വളരെ ദുർബലം, ഛിന്ന ഭിന്നമായ പ്രതിപക്ഷം. അവർക്ക് ശക്തനായ ഒരു നേതാവ് പോലും ഇല്ല. ആരെതിർക്കാനാ? സമ്പന്നന്മാർക്ക്, വ്യവസായികൾക്കൊക്കെ നിലനിൽക്കണമെങ്കിൽ ഒന്നുകിൽ BJP അനുഭാവിയായിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തോണം, അല്ലെങ്കിൽ എന്തെങ്കിലും കേസുണ്ടാക്കി പിടിവീഴും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ജനാധിപത്യമൊക്കെ പോക്കറ്റിൽ, അത്ര തന്നെ. കേഴുക ഭാരതമേ. താങ്ക് യു.